ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന കൺസെപ്റ്റിന്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പൊ ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് എക്സ് ആക്സിസിന് അല്ലെങ്കിൽ വൈ ആക്സിസിന് ബൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഏരിയ ആ ആക്സിസിന് ചുറ്റും കറങ്ങുകയാണ്, റൊട്ടേറ്റ് ചെയ്യാണ് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് ഡെവലപ്പ് ആവും. ആ ഷേപ്പ് എന്താണോ അതിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന ആ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോർമുല, അതുപോലെ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള അതിന്റെ ഒരു ചെറിയൊരു തിയറി പാർട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ആ ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെക്കാം എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് ഫോർമുല ഒന്ന് കാണുന്നുണ്ട്, അതുപോലെ സെക്കൻഡ് ഫോർമുല വേറെ ഒന്ന് കാണുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഏരിയ കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പൊ വോളിയം ഓഫ് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ, അതായത് ഒരു ആക്സിസിന് ചുറ്റും ഒരു ഏരിയ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വോളിയം എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് പാർട്ട് എന്താ പറയുന്നത്? വോളിയം ഓഫ് ദ സോളിഡ് generated by rotating the area enclosed by the curve y equal to f of x, comma the x axis and the ordinates at x equal to a and x equal to b about the x axis is given by. അതായത് പറഞ്ഞിരിക്കുന്നത് ഒരു കർവ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് എന്നാണ് തന്നത്. അതായത് അത് ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്, അത് എക്സിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്, അതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സ് ആക്സിസിനെ ബൗണ്ട് ചെയ്യുന്നുണ്ട്. ആ ബൗണ്ട് ചെയ്യുന്ന ബൗണ്ടറിയാണ് തന്നത്. എക്സ് ഈക്വൽ ടു എ മുതൽ എക്സ് ഈക്വൽ ടു ബി വരെയാണ് ആ കർവ് എക്സ് ആക്സിസിൽ ബൗണ്ട് ചെയ്യുന്നത്. അത് അങ്ങനെ എക്സ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു വോളിയം ഡെവലപ്പ് ചെയ്യും ആ ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട്. ആ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്, അത് പ്രത്യേകം നോക്കണം. അപ്പം വോളിയം വി ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ്. y സ്ക്വയർ dx, കാരണം y എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ f of x ആണ്. f of x എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻ x ആണ്, അതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു x ൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് മാറ്റം വരുന്നത്? ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ. ഇത് x ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു കേസിൽ അത് y ആക്സിസിന് ചുറ്റായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ x ആക്സിസിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം y ആക്സിസിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? The volume of the solid generated by the rotation of the area enclosed by the curve x equal to f of y, അതായത് ഫംഗ്ഷൻ ഇൻ y ആണ്, comma the y axis and the ordinates at y equal to a and y equal to b is given by volume v equal to pi into integral a to b x square dy. x square dy എന്ന് എഴുതാൻ കാരണം x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഇൻ y ആണ്, അതാണ് ഇവിടെ f of y എന്ന് എഴുതിയത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോർമുല നന്നായിട്ട് പഠിച്ചു വെക്കുക. വ്യത്യാസം എന്താ മനസ്സിലാക്കുക. ആദ്യത്തേത് x ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വോളിയം കാണാനുള്ള ഫോർമുലയാണ്. രണ്ടാമത്തേത് y ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വോളിയം കാണാനുള്ള ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബേസിക് കാര്യം എല്ലാവർക്കും മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വോളിയം ജനറേറ്റഡ് ബൈ ദ ഏരിയ അണ്ടർ ദ കർവ് a y square equal to x square into a minus x, comma the x axis and the ordinates at x equal to 0 and x equal to a when it revolves about the x axis. അപ്പോൾ ഇത് എന്താ പറഞ്ഞത്? നമുക്കൊരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അവിടെ എവിടെ മുതൽ എവിടെ വരെയാണ് എക്സ് ആക്സിസിൽ ആ കർവ് ബൗണ്ട് ചെയ്യുന്നത്? എക്സിന്റെ വാല്യൂ 0 മുതൽ എക്സ് ഈക്വൽ ടു എ വരെ. അത് ജനറൽ ആയിട്ട് തന്നാണ് എക്സ് ഈക്വൽ ടു എ എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അത് എക്സ് ആക്സിസിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം ആ കർവ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഷേപ്പിന്റെ വോളിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അത് ആദ്യം എടുത്ത് എഴുതാം. ഗിവൺ a y square equal to x square into a minus x, അതുപോലെ ഓർഡിനേറ്റ് തന്നിട്ടുണ്ട് x equal to 0
ആൻഡ് എക്സ് ഈക്വൽ ടു എ. ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വോളിയം കാണാനുള്ള ഇക്വേഷൻ എഴുതണം. എന്താണ് വോളിയം? വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി. എക്സ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്നാണ് വരിക ഫോർമുല. വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നതിൽ എ വൈ സ്ക്വയർ എന്നുണ്ട് നമ്മളെ ഫോർമുലയില്. അപ്പൊ നമ്മൾ അതിന് ആദ്യം വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ എ. ഇങ്ങോട്ട് വന്നപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ എ എന്ന്. അപ്പൊ നമ്മളെ വോളിയം കാണുന്ന ഫോർമുല എങ്ങനെ മാറും? വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ എ എന്ന് പറഞ്ഞാല് നമ്മുടെ എക്സിന്റെ ആദ്യത്തെ വാല്യൂ ആണ് 0, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ ആണ്, അതെന്താണ്? എ ആണ്. ഓക്കെ, ഇനി നമുക്ക് വൈ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡി എക്സ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ. ഇത് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്താവും? എ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആദ്യം എഴുതി. എ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി ഈ ഇന്റഗ്രലിലെ കോൺസ്റ്റന്റ് എന്താണുള്ളത്? ഈ ഇന്റഗ്രലിലെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ഒരു എ കാണുന്നത്, അതായത് 1/a ആണ് കോൺസ്റ്റന്റ്. അപ്പൊ എ ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പൊ വോളിയം എങ്ങനെ മാറും? വോളിയം ഈക്വൽ ടു പൈ ബൈ എ. കോൺസ്റ്റന്റ് കോമൺ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു. ഇവിടെ ഇത് എ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഇത് കോമൺ ആയിട്ടുള്ളതല്ല, അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിലുള്ളത് ഔട്ട്സൈഡ് എടുത്തത്. ഇന്റഗ്രൽ 0 ടു എ, ബാക്കി എന്താ ഉണ്ടാവുക? എ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ബ്രാക്കറ്റ് കൊടുത്തു ഇൻറ്റു ഡി എക്സ്. നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകും. അപ്പൊ വോളിയം ഈക്വൽ ടു പൈ ബൈ എ ഇന്റഗ്രൽ 0 ടു എ. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഇന്റഗ്രൽ ആക്കാം. ഇനി അല്ലെങ്കിൽ ഒരുമിച്ച് ഇന്റഗ്രേറ്റും ചെയ്യാം. രണ്ടു വിധത്തിലും ചെയ്യാം. അത് അറിയുന്നവര് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് സ്പ്ലിറ്റ് ചെയ്ത് എന്താവും? എ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ഈ പൈ ഇൻറ്റു എ എന്ന് പറയുന്നതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ്, ബ്രാക്കറ്റ് കൊടുത്തു. മൈനസ് ഇന്റഗ്രൽ 0 ടു എ എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും പൈ ബൈ എ ബ്രാക്കറ്റ് കൊടുത്തു. എ എന്നുള്ള കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? എക്സ് ക്യൂബ്, അതിന്റെ പവർ ഒന്ന് കൂടി ഡിവൈഡഡ് ബൈ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. ഇനി അതിന്റെ ലിമിറ്റ് അവിടെ കൊടുക്കണം. അപ്പൊ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 0 ടു എ എന്ന്. 0 ടു എ മൈനസ് അതിനാണ് ഇവിടെ ഉള്ളത്, മൈനസ് കൊടുത്തു. എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് വരും? എക്സ് റൈസ് ടു 4/4. ഒന്ന് പവർ ഒന്ന് കൂടി അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ലിമിറ്റ് കൊടുത്തു 0 ടു എ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേണ്ടത് പൈ ബൈ എ ബ്രാക്കറ്റ് കൊടുത്തു. ഇതിൽ നമ്മൾ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താവും? എ ഇൻറ്റു എ ക്യൂബ്, ഇവിടെ എക്സ് ക്യൂബ് എന്നുള്ളത് എക്സിന്റെ സ്ഥാനത്ത് എ എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ 3. അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പൊ എ ഇൻറ്റു 0 ക്യൂബ് എന്ന് വരും. 0 ക്യൂബ് ബൈ 3 എന്ന് വരും. ഇനി അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ മൈനസ് ആണ്, അത് മാർക്കരുത്. ഇനി വീണ്ടും ഒരു മൈനസ് ഉണ്ട് ഇവിടെ, ആ മൈനസ് കൊടുത്തു. വീണ്ടും അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. ഇപ്പൊ ബ്രാക്കറ്റ് കൊടുത്തു a raised to 4/4 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു 0 raised to 4/4, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത് ഈക്വൽ ടു പൈ ബൈ എ ഇൻറ്റു the a raised to 4 now, a raised to 4/3 now, മൈനസ് ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. അത് നമ്മൾ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ എഴുതാം. അപ്പൊ 0 എന്ന് എഴുതുന്നു. ഇനി മൈനസ് the a raised to 4/4 എന്ന് വന്നു. അടുത്ത ടേം മൊത്തത്തിൽ എന്തായി പോകും? ഇത് മൈനസ് മൈനസ് എന്നുള്ള പ്ലസ് ആയിട്ട് അടുത്ത ടേം മൊത്തത്തിൽ 0. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇനി വീണ്ടും നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് വോളിയം ഈക്വൽ ടു വി ഈക്വൽ ടു എന്ത് വരും?
പൈ ബൈ എ ബ്രാക്കറ്റിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ a⁴ മൈനസ് a⁴/4 ബാക്കി ടേംസ് ഒക്കെ 0 ആയി പോയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും വോളിയം ഈക്വൽ ടു പൈ ബൈ എ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ 4a⁴ മൈനസ് 3a⁴ ഡിവൈഡഡ് ബൈ 3 into 4 എന്ന് പറഞ്ഞാൽ 12. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും വോളിയം ഈക്വൽ ടു പൈ ബൈ എ ബ്രാക്കറ്റിൽ എന്ത് വരും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4a⁴ ന്ന് 3a⁴ കുറയ്ക്കുകയാണ്. ഒരു a⁴ ഉണ്ടാവുള്ളൂ a⁴/12. ഇനി വീണ്ടും നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ വോളിയം ഈക്വൽ ടു പൈ a⁴ ആയി മാറും. ഒരു a ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി ബൈ 12 പൈ a⁴ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വോളിയം എന്ന് പറയുന്നത്. വോളിയം എപ്പോഴും നമ്മൾ ക്യൂബിക് യൂണിറ്റ്സിലാണ് പറയുക. അപ്പൊ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് അങ്ങനെയാണ് പറയുക, ക്യൂബിക് യൂണിറ്റ്സിലാണ് പറയുക. അപ്പൊ പൈ a⁴/12 ക്യൂബിക് യൂണിറ്റ്സ് അത് പ്രത്യേകം എഴുതണം, അത് വിട്ടുപോകരുത്. അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുന്ന പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലേ വീണ്ടും എടുത്ത് കണ്ട് മനസ്സിലാക്കുക, ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. Find the volume generated when the portion of the parabola y² = 4x between x = 0 and x = 4 revolves about x axis. അപ്പോൾ ഒരു പരാബോളയുടെ ഒരു പോർഷൻ ആണ് നമുക്ക് തന്നത്. അത് x ആക്സിസിന് ചുറ്റും അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോളിയം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? given y² = 4x ഇത് തന്നിട്ടുണ്ട്. ഓർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓർഡിനേറ്റ്സ് ആണ് x = 0 ആൻഡ് x = 4 എന്ന് തന്നിരിക്കുന്നത്. അതായത് a യുടെ വാല്യൂ 0 ആയിരിക്കും, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരിക്കും. ഇനി വോളിയം കാണാനുള്ള ഫോർമുല ചെയ്താ വോളിയം v = പൈ ഇൻറ്റു ഇന്റഗ്രൽ a to b y² dx. എന്തുകൊണ്ടാണ് ഈ ഫോർമുല തന്നെ ഉപയോഗിച്ചത്? അത് കാരണം ഇത് x ആക്സിസിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അബൌട്ട് x ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ളൂ. വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ a എന്ന് പറഞ്ഞാൽ 0 ആണ്, b എന്ന് പറഞ്ഞാൽ 4, y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4x എന്ന് കിട്ടും ഇൻറ്റു dx. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇത് ഈക്വൽ ടു പൈ 4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ഔട്ട്സൈഡ് എടുത്തു. x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x² 2 എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് തന്നെ 0 to 4. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായി മാറി? 4 പൈ നമ്മൾ 4 എന്നുള്ള നമ്പർ ആദ്യം എഴുതി, പൈ രണ്ടാമത് എഴുതി. 4 പൈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുന്നു. അപ്പൊ ഇത് 4²/2 മൈനസ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മൈനസ് ആയിട്ടാണ്, പിന്നെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0²/2. ഓക്കെ, ഇനി വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് എന്തായി മാറും? വോളിയം ഈക്വൽ ടു 4 പൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ബ്രാക്കറ്റിലുള്ളത് 4² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/2 മൈനസ് 0² എന്ന് പറഞ്ഞാൽ 0/2 എന്ന് വന്നു. നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ക്രിയ ചെയ്തു. ഓക്കെ, ഇനി വോളിയം ഈക്വൽ ടു 4 പൈ ഇൻറ്റു 16/2 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 0/2 എന്ന് പറഞ്ഞാൽ അത് 0 ആയി പോകും. വോളിയം ഈക്വൽ ടു 4 into 8 എന്താ വരിക? 4 into 8 അല്ലെങ്കിൽ 8 into 4 32 പൈ. ഇനി എപ്പോഴും വോളിയം എന്ത് യൂണിറ്റിലാണ് പറയുക? ക്യൂബിക് യൂണിറ്റ്സിലാണ്. അതുകൊണ്ട് എന്ത് എഴുതണം? ക്യൂബിക് യൂണിറ്റ്സ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കുക. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ ഓഫ് റേഡിയസ് r യൂസിങ് ഇന്റഗ്രേഷൻ. അപ്പൊ നമ്മളുടെ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് ഒരു സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളത്തിന്റെ വോളിയം എന്താണ് നമുക്കറിയാം. എന്താണ്? 4/3 പൈ r ക്യൂബ്. അപ്പൊ നമ്മൾ ഇത് ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത്
ഒരു ഡയഗ്രാം വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കുന്നു. അപ്പൊ നമ്മൾ ഇതിലെ ഒരു സർക്കിൾ ആണ് ഈ ഡയഗ്രത്തിൽ എടുക്കുന്നത്. ഒരു സർക്കിൾ എടുത്തു. ഒറിജിൻ 0 0 എന്നുള്ളതാണ് ഒറിജിൻ. അപ്പൊ ഇവിടെ 0 0 എന്നായിരിക്കും ഒറിജിൻ. അതൊക്കെ അറിയാം. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി തന്നതാണ്, ആ സ്ഫിയറിന്റെ റേഡിയസ് 6 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് 6 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒറിജിൻ ആയതുകൊണ്ട് ഈ പോയിന്റ് 0 0 ആയിരിക്കും. ഈ പോയിന്റ് എത്രയായിരിക്കും വരിക? 6 ആണ് റേഡിയസ് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടുന്ന് ഒറിജിൻ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 6 ആയിരിക്കും. എക്സില് ഓൺ ദ എക്സ് ആക്സിസ് വൈന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ ഈ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ പേരൊക്കെ കൊടുക്കണത് എ എന്ന് പേര് കൊടുത്തു. ഇവിടെ ഞാൻ ഒറിജിൻ ആയതുകൊണ്ട് O എന്ന് കൊടുത്തു, ഇത് ബി എന്ന് കൊടുത്തു. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത AOB എന്നുള്ള പോർഷൻ ആണ് നമുക്ക് വേണ്ടത് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്തതാണ് ഒരു സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കിൾ ആണ് കൺസിഡർ ചെയ്തത്. അപ്പൊ ആ സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ദ സർക്കിൾ with radius r റേഡിയസ് ഉള്ള സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ആ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് സർക്കിൾ വിത്ത് റേഡിയസ് r ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സർക്കിൾ വിത്ത് റേഡിയസ് r. ഓക്കെ, ഇനി ഇതിന്റെ അകത്തുനിന്ന് നമ്മള് വൈ സ്ക്വയർ എന്താന്ന് കണ്ടുപിടിക്കണം. ഇത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ, ഞാൻ ഇപ്പൊ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഒരു പോർഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ആ ബാക്കി ഒന്നും നിങ്ങൾ നോക്കണ്ട, ഈ ഒരു കോണ്ടന്റ് മാത്രം നോക്കുക. ഷെയ്ഡ് ചെയ്ത് അത് ഈ എക്സ് ആക്സിസിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഇങ്ങനെ തിരിഞ്ഞ് 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങി സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കറങ്ങുമ്പോൾ നമുക്ക് അതൊരു ഹെമിസ്ഫിയർ ആയിട്ട്, ഒരു അർദ്ധഗോളായിട്ടാണ് കാണുക. അർദ്ധഗോളായിട്ട് അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ ആയിട്ടാണ് കാണുക. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഹെമിസ്ഫിയറിന്റെ വോളിയമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹെമിസ്ഫിയർ ആണ് കിട്ടുക. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. വൈ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കിട്ടും. ഇനി അതുപോലെ ഓർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓർഡിനേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാല് എക്സിന്റെ വാല്യൂ, എക്സ് മൂവ് ചെയ്യുന്ന വാല്യൂ ആണ് കാണേണ്ടത്. എവിടെ മുതൽ എവിടെ വരിക? എക്സിന്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. എവിടെ വരെ മൂവ് ചെയ്യുന്നുണ്ട്? എക്സ് ഈക്വൽ ടു r വരെ. കാരണം അതിന്റെ റേഡിയസ് r ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സിന്റെ വാല്യൂ 0യും എക്സിന്റെ വാല്യൂ r ആണെന്ന് കിട്ടിയത്. അതായത് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, b എന്ന് പറഞ്ഞാൽ r ആണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വോളിയം ആണ്. വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ വോളിയം ആണ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് നമ്മളെ ഫോർമുല എടുക്കുന്നു. ഏത് ഫോർമുല എടുക്കുക? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ആക്സിസിലാ? എക്സ് ആക്സിസിനെ ചുറ്റുമാണ്. ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വോളിയം ഓഫ് ഹെമിസ്ഫിയർ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ എന്താ എടുക്കുക? വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ a to b y സ്ക്വയർ dx. നമ്മൾ ആ ഫോർമുല കൺസിഡർ ചെയ്തു. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിന്റെ വോളിയം ആണ് കാണുന്നത്. അതെല്ലാവരും ഓർമ്മ വേണം. അപ്പൊ വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to r. അപ്പൊ 0 to r, a to b എന്നുള്ളത് 0 to r. y സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു dx എന്ന് കിട്ടും. ഓക്കെ, ഇതില് r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അത് ഫിക്സഡ് ആണ്, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് റേഡിയസ് r ആയിട്ടുള്ള സ്ഫിയറിന്റെ വോളിയാണ് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ r എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ r സ്ക്വയർ, അതിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത് കോൺസ്റ്റന്റ് തന്നെയാണ് r സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വോളിയം v ഈക്വൽ ടു പൈ ഇൻറ്റു ഇത്
നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു, ബ്രാക്കറ്റ് കൊടുത്തു 0 to r r square dx minus integral x square dx. ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എന്താണ് വരിക നോക്കാം. അപ്പൊ വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. പൈ ഇതിന് രണ്ടിനും കൂടി ഉള്ളതാണ്. ബ്രാക്കറ്റ് കൊടുത്തു, ആർ സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തു. ആർ സ്ക്വയർ ഔട്ട്സൈഡ് എടുത്ത ഇന്റഗ്രൽ ഡി എക്സ് എന്ന് വരിക. ഇന്റഗ്രൽ ഡി എക്സ് നമ്മൾ ഫണ്ടമെന്റൽ റിസൾട്ട് പഠിച്ചാണ് എക്സ് ആണ്. എക്സ് അതിന് നമ്മൾ റേഞ്ച് കൊടുക്കുന്നു, അതായത് ലിമിറ്റിന്റെ റേഞ്ച് ആണ് കൊടുക്കുന്നത്. ലിമിറ്റ് എന്താണ്? 0 to r മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 എന്നാവും. അതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 to r, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പം വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആർ എന്ന് വന്നു, മൈനസ് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ആയിട്ടാണ്, ലോവർ ലിമിറ്റ് 0. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ മൈനസ് ആയിട്ടാണ്, മൈനസ് കൊടുത്തു. ഇനി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അത് ആർ ക്യൂബ് എന്നാവും. എക്സിന്റെ സ്ഥാനത്ത് ആർ കൊടുത്തു, ആർ ക്യൂബ് ബൈ 3 കിട്ടി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 ക്യൂബ് ബൈ 3 എന്ന് വരും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പൊ വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ആർ ക്യൂബ് എന്നാവും. മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടും. മൈനസ് ആർ ക്യൂബ് ബൈ 3 എന്ന് കിട്ടി. ഓക്കെ, മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറി. 0 ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞാൽ 0 എന്ന്. ഓക്കെ, അപ്പൊ അത് വോളിയം ഈക്വൽ ടു, ഈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെമിസ്ഫിയറിന്റെ വോളിയാണ്. നമ്മളിവിടെ എഴുതിയില്ല, വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണ് കാണുന്നത്. പൈ ഇൻറ്റു 0 ഒക്കെ ഒഴിവാക്കുന്നു. അപ്പൊ നമുക്ക് ആർ ക്യൂബ് മൈനസ് ആർ ക്യൂബ് ബൈ 3 എന്ന് കിട്ടും, ബൈ 3. ഓക്കെ, ഇനി നമ്മള് LC എടുക്കാൻ പോവാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ വോളിയം ഈക്വൽ ടു എന്ത് വരും? പൈ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു 3r ക്യൂബ് എന്ന് വരും. 3r ക്യൂബ് മൈനസ് ഇതിന് ആർ ക്യൂബിന്റെ ചുവടെ 1 ഉണ്ടാവും. 1 ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആർ ക്യൂബ് ബൈ 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, അപ്പം വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു 3r ക്യൂബ് എന്ന് പറയുക, ആർ ക്യൂബ് കുറച്ച് കഴിഞ്ഞാൽ 2r ക്യൂബ് ബൈ 3 എന്ന്. അപ്പൊ ഇതിപ്പോ എന്താ കിട്ടിയത്? വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണ്. therefore വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? നമ്പേഴ്സ് ഒക്കെ ഞാൻ ആദ്യം എഴുതുന്നു. അപ്പൊ 2/3 പൈ ആർ ക്യൂബ് എന്ന് കിട്ടും. 2/3 പൈ ആർ ക്യൂബ് എന്ന് കിട്ടും. ഇത് ക്യൂബിക് യൂണിറ്റ്സ് ആണ് കിട്ടിയത്. യൂണിറ്റ് എഴുതണം, ക്യൂബിക് യൂണിറ്റ്സ്. അപ്പൊ ഇത് ഹെമിസ്ഫിയറിന്റെ പോലെയാണ്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധഗോളാണ്. നമുക്ക് ഒരു മുഴുവൻ ഗോളത്തിന്റെ വോളിയം, അതാണ് നമ്മൾ സ്ഫിയറിന്റെ വോളിയം കാണാൻ പറഞ്ഞത്. അപ്പൊ എന്താ വരിക? therefore volume of the sphere equal to 2 into എന്താ വരിക? 2 into volume of hemisphere. അതായത് അർദ്ധഗോളത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് മുഴുവൻ ഗോളത്തിന്റെ വോളിയം കിട്ടുക. ഓക്കെ, അപ്പൊ therefore റിക്വയർഡ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോട് ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു ഗോളത്തിന്റെ വോളിയം കാണാൻ. അപ്പൊ റിക്വയർഡ് വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഫിയറിന്റെ വോളിയമാണ്. റിക്വയർഡ് വോളിയം ഈക്വൽ ടു 2 into വോളിയം ഓഫ് ഹെമിസ്ഫിയർ. എത്രയാണ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ? 2/3 പൈ ആർ ക്യൂബ്. അപ്പൊ എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു 2 into 2 എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ്. യൂണിറ്റ് എന്താണ്?
ക്യൂബിക് യൂണിറ്റ്സ്. ക്യൂബിക് യൂണിറ്റ്സ് എന്ത് കിട്ടി? ഒരു സ്ഫിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണെന്ന് കിട്ടി. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഒരു റൈറ്റ് സർക്കുലർ കോണിന്റെ വോളിയം കാണാനാണ്. നമ്മൾ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിച്ച അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് റേഡിയസ് r ആൻഡ് ഹൈറ്റ് h യൂസിങ് ഇന്റഗ്രേഷൻ. എന്താണ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഐസ്ക്രീം കോൺ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഐസ്ക്രീം കോൺ ഉണ്ടാവുക? ഞാൻ ഇവിടെ ഒരു ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. ഈ രീതിയിലായിരിക്കും നമ്മൾ ഐസ്ക്രീം കോൺ ഉണ്ടാവുക. അത് കമത്തി വെച്ചാൽ എങ്ങനെയാണ് ഉള്ളത് വെച്ചാൽ ആ രീതിയിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാണ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത്. ഇതിന്റെ റേഡിയസ്, ഇതിന്റെ സെന്ററിന് ഇവിടെ വരെയുള്ള റേഡിയസ് ആണ് r എന്ന് തന്നിരിക്കുന്നത്. ഇതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് h എന്ന് തന്നിരിക്കുന്നത്. ഹൈറ്റ് h എന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. റൈറ്റ് സർക്കുലർ കോണിന്റെ വോളിയം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 പൈ ആർ സ്ക്വയർ h ക്യൂബിക് യൂണിറ്റ്സ് ആണ് വരിക എന്നുള്ളത് അറിയാം. അപ്പൊ ഇത് നമ്മൾ ഇന്റഗ്രേഷനിലൂടെ ഈ വാല്യൂ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ റൈറ്റ് സർക്കുലർ കോണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ XY പ്ലെയിൻ എടുത്തു. ഈ XY പ്ലെയിനിൽ ഒരു റൈറ്റ് ആംഗിൾ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു റൈറ്റ് സർക്കുലർ കോൺ കിട്ടുക. അത് മനസ്സിലാക്കണം. ഈ റൈറ്റ് ആംഗിൾ ഇങ്ങനെ x ആക്സിസിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് കറങ്ങുമ്പോൾ നമുക്കത് അനുഭവപ്പെടുക ഒരു റൈറ്റ് സർക്കുലർ കോണിന്റെ ഷേപ്പിലാണ് അനുഭവപ്പെടുക. അപ്പൊ ഇതിങ്ങനെ കിടത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളതെന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് ആണ്, h ആണ്. ഇത് എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ആണ്, r ആണ്. ഓക്കെ, അപ്പൊ ഈ സൈഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് O എന്ന് കൊടുത്ത് വിചാരിക്കുക, ഇത് A, ഇത് B എന്നും കൊടുത്ത് വിചാരിക്കുക. അപ്പൊ OA റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ ഹൈറ്റ് ആണ്, അതുപോലെ AB റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ റേഡിയസ് ആണ്. ഇനി നമുക്കറിയാം ഒറിജിൻ ആണ്. ഈ പോയിന്റ് 0, 0 ആയിരിക്കും. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ ഈ ആംഗിള് നമ്മൾ എത്രയാണെന്ന് അറിയില്ല, നമ്മൾ അത് തീറ്റ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആ ആംഗിൾ നമുക്കറിയില്ല, തീറ്റ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മൾ ഏതെങ്കിലും ഇതിന്റെ മുകളിൽ ഈ OB എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. OB എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ലൈനിന്റെ മുകളിൽ ഒരു പോയിന്റ് നമ്മൾ എടുത്തു. അത് നമ്മൾ XY എന്നുള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കുക. XY ആണ് ആ പോയിന്റ് വിചാരിക്കുക, നമുക്കറിയില്ല. അത് നമ്മൾ XY എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് OB ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എഴുതുക ഇക്വേഷൻ ഓഫ് OB. ഇക്വേഷൻ ഓഫ് OB അതായത് ആ ലൈൻ ആണ് കേട്ടോ. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഈ പോയിന്റ് സ്ലോപ്പ് ഫോർമുല, പോയിന്റ് സ്ലോപ്പ് ഫോർമുല എന്നാണ് പറയുക. 2 പോയിന്റ് ഉണ്ട്, x1 y1 എന്നുള്ള പോയിന്റ് ഉണ്ട്, അതുപോലെ m എന്നുള്ള സ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ സ്ലോപ്പ് പോയിന്റ് ഫോർമുല എന്നാണ് പറയുക. ഇനി m എന്ന് പറഞ്ഞാൽ എന്താണ്? m ഈക്വൽ ടു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്, ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതാണ് എന്ത്? ടാൻ തീറ്റ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്താ? r ആണ്. അഡ്ജസന്റ് സൈഡ് എന്താണ്? ബൈ h എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സ്ലോപ്പ് m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടി? r ബൈ h എന്ന് കിട്ടി. ഇനി നമ്മള് ഈ y1 x1 ഒക്കെ എന്താണെന്നുള്ള അറിയണം. അത് നമുക്ക് ഈ ഡയഗ്രത്തിൽ തന്നെ കിട്ടും. അതാണ് 0, 0 എന്ന് പറയുന്നത്, നമുക്ക് അറിയുന്ന പോയിന്റ്. അപ്പൊ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നു. x1, y1 എന്ന് പറയുന്നത് നമ്മൾ 0, 0 ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഇക്വേഷൻ ഓഫ് OB എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക? y മൈനസ് 0, y1 എന്ന് പറഞ്ഞാൽ 0 ആണ്, ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ r ബൈ h ഇൻറ്റു x മൈനസ് x1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു r ബൈ h ഇൻറ്റു x എന്ന് കിട്ടും. അപ്പോൾ y ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇതാണ് നമ്മളെ OB എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് OB ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമ്മൾ
എന്താ ചെയ്യാൻ പോകുന്നത്? വോളിയം കണ്ടുപിടിക്കാൻ പോവാണ്. എന്തിന്റെ വോളിയം? ആ ഒരു ലൈന് ഇവിടെ മുതല് ഒറിജിൻ മുതല് ഈ ഒരു പോയിന്റ് വരെ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. എത്രയായിരിക്കും വരിക? ഇവിടെ 0 ആണ്, 0 ആണ്. ഇങ്ങനെ എക്സിന്റെ വാല്യൂ ഇങ്ങനെ പോയി പോയി എത്ര വരെ പോകുന്നുണ്ട്? h വരെ പോകുന്നുണ്ട്. ഓൺ ദ എക്സ് ആക്സിസ് വൈന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഈ a എന്ന് പറഞ്ഞ പോയിന്റ് h0 എന്നുള്ള പോയിന്റ് ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ എക്സില് വാരി ചെയ്യുന്നത്, എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 മുതൽ h വരെയാണ്. ആ അത്രയും ഒരു ഏരിയയില് ഈ ഒരു റൈറ്റ് ആംഗിൾ കടന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇങ്ങനെ എക്സ് ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആ വോളിയാണ് കാണാൻ പോകുന്നത്. അപ്പൊ റിക്വയർഡ് വോളിയം എക്സ് ആക്സിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോർമുല എന്തിരിക്കും? പൈ ഇൻറ്റു ഇന്റഗ്രൽ a to b y സ്ക്വയർ ഇൻറ്റു dx എന്ന് വരും. y സ്ക്വയർ ഇൻറ്റു dx. അപ്പൊ ഇത് ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ a to b. അപ്പൊ നമ്മളെ ഓർഡിനേറ്റ്സ് അറിയണം. ഓർഡിനേറ്റ്സ് നമ്മൾ എഴുതിയിട്ടില്ല. ഞാൻ ഇവിടെ ഓർഡിനേറ്റ്സ് ആദ്യം ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. ഓർഡിനേറ്റ്സ് എന്തായിരിക്കും വരിക? x ഈക്വൽ ടു 0 എന്നാണ് തുടങ്ങുന്നത്. x ഈക്വൽ ടു എവിടെ വരെ അത് മൂവ് ചെയ്യുന്നുണ്ട്? h ഹൈറ്റ് കിട്ടുന്നവരെ. അപ്പൊ x h ആവുന്നവരെ. അപ്പൊ അതിന്റെ ഓർഡിനേറ്റ് പറഞ്ഞാല് x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു h ആണ്. അപ്പൊ 0 to h. ഇനി y സ്ക്വയർ എന്നാണ്. ഇവിടെ y ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? r by h into x. പക്ഷെ y സ്ക്വയർ എന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെ സ്ക്വയർ ചെയ്യണം ഇൻറ്റു dx. ഇത് y ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്ന് കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ പുറത്തെടുക്കുന്നു. പൈ ഇത് സ്ക്വയർ ചെയ്യുമ്പോ എന്തൊക്കെ വരും നോക്കാം. അപ്പൊ ഇന്റഗ്രൽ 0 to h r സ്ക്വയർ ബൈ h സ്ക്വയർ ഇൻറ്റു x സ്ക്വയർ dx എന്ന് കിട്ടും. അപ്പൊ ഇതിൽ കോൺസ്റ്റന്റ് ആണ് r സ്ക്വയർ h സ്ക്വയർ എന്ന് പറയുന്നത്. കാരണം r എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ്. അതുപോലെ h എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ആണ്. അത് മാറാൻ പാടില്ല. ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടിട്ടുള്ള ഒരു റൈറ്റ് സർക്കുലർ കോൺ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ r h കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ സ്ക്വയറും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഔട്ട്സൈഡ് എടുക്കുന്നു കോൺസ്റ്റന്റ്സ് ഒക്കെ. അപ്പൊ പൈ r സ്ക്വയർ ബൈ h സ്ക്വയർ എന്നുള്ളത് ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ 0 to h x സ്ക്വയർ dx കിട്ടി. ഓക്കെ, ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഇത് ഈക്വൽ ടു പൈ r സ്ക്വയർ ബൈ h സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x ക്യൂബ് ബൈ 3 എന്ന് കിട്ടി. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 to h. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ വോളിയം ഈക്വൽ ടു പൈ r സ്ക്വയർ ബൈ h സ്ക്വയർ. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ h ആണ്. അപ്പൊ ഇത് h ക്യൂബ് ബൈ 3 മൈനസ് ലോവർ ലിമിറ്റ് 0 എടുത്തു 0 ക്യൂബ് ബൈ 3. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മള് ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്തായി മാറും? വോളിയം ഈക്വൽ ടു അതായത് റിക്വയർഡ് വോളിയം, കോണിന്റെ വോളിയം ആണ് ഉദ്ദേശിക്കുന്നത്. പൈ r സ്ക്വയർ ബൈ h സ്ക്വയർ. ഈ ഒരു ടേം 0 ആയി പോവും. ഇവിടെ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻറ്റു h ക്യൂബ് ബൈ 3. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് വോളിയം ഈക്വൽ ടു പൈ r സ്ക്വയർ. ഇവിടെ h സ്ക്വയർ h ക്യൂബിൽ ക്യാൻസൽ ചെയ്തിട്ട് ഒരു h റിമൈനിങ് ഉണ്ടാവും. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ബൈ 3 ഉണ്ടാവും. അപ്പൊ നമുക്ക് കോണിന്റെ വോളിയം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? വോളിയം ഈക്വൽ ടു 1/3. ഡിനോമിനേറ്ററിലാണ് 3 ഉള്ളത്, അതുകൊണ്ട് 1/3 എന്ന് എഴുതാം. പൈ ഉണ്ട് r സ്ക്വയർ h. 1/3 പൈ r സ്ക്വയർ h. അല്ല, അത് കിട്ടിയില്ലേ? ഇനി ക്യൂബിക് യൂണിറ്റ് എഴുതണം. ക്യൂബിക് യൂണിറ്റ്സ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു കോണിന്റെ വോളിയം കണ്ടുപിടിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവരും നന്നായി മനസ്സിലാക്കി വെക്കുക. അത് എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്നൊക്കെ ഉള്ളത് വീണ്ടും എടുത്ത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വോളിയം ജനറേറ്റഡ് ബൈ ദ റൊട്ടേഷൻ ഓഫ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to 2x square plus 1, the y axis and the lines y equal to 3 and y equal to 9 about the y axis. വളരെയധികം ശ്രദ്ധിക്കണം. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിന്റെ ചുറ്റല്ല, y ആക്സിസിന്റെ ചുറ്റാണ്. കാരണം about the y axis എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫോർമുലയിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മളെ വോളിയം കാണണം. അപ്പൊ നമ്മളെ റിക്വയർഡ് വോളിയം കാണാനുള്ള ഫോർമുല എഴുതാം. റിക്വയർഡ്
റിക്വയർഡ് വോളിയം V equal to എന്താ ഫോർമുല പൈ ഇൻടു ഇന്റഗ്രൽ a to b x square dy എന്നായി മാറും. കാരണം അത് റൊട്ടേറ്റ് ചെയ്യുന്നത് y ആക്സിസിന് ചുറ്റാണ്. ഓക്കെ, ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? given y equal to 2x square plus 1. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് x സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ അകത്ത് നിന്ന് y minus 1 plus 1 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ -1 equal to 2x square കിട്ടി. അപ്പോൾ x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും y minus 1/2, ഈ 2 കൂടെ കൊണ്ടുവന്നാൽ y minus 1/2 കിട്ടും. അപ്പോൾ x സ്ക്വയറിന്റെ വാല്യൂ കിട്ടി. ഇനി അതുപോലെ ഓർഡിനേറ്റ് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓർഡിനേറ്റ് ആണ് നമുക്ക് തന്നത് y equal to 3 and y equal to 9. y ന്റെ വാല്യൂസ് ആണ് തരുന്നത്. y യിലാണ് അത് മൂവ് ചെയ്യുന്നത്, കാരണം റൊട്ടേറ്റ് ചെയ്യുന്നത് y ആക്സിസിലാണ്. അത് ശ്രദ്ധിക്കണം, x ന്റെ വാല്യൂ എല്ലാം ഉണ്ടാവും അപ്പോൾ ഓർഡിനേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റിക്വയർഡ് വോളിയം കാണാം. വോളിയം ഈക്വൽ ടു പൈ ഇൻടു ഇന്റഗ്രൽ 3 to 9, അതാണ് അതിന്റെ ലിമിറ്റ് 3 to 9. ഇനി x സ്ക്വയർ എന്താ നമുക്ക് തന്നത്? y minus 1/2 ഇൻടു dy വിത്ത് റെസ്പെക്ട് ടു y യിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, കാരണം അത് y യിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് എന്തായി മാറും? നെക്സ്റ്റ് സ്റ്റെപ്പില് വീണ്ടും വോളിയം ഈക്വൽ ടു പൈ ഇൻടു ഇതിലെ കോൺസ്റ്റന്റ് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് ഇട്ടുള്ളത് 1/2 ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ 1/2 ഇന്റഗ്രൽ 3 to 9 എന്ത് വരും? y minus 1 dy എന്നും. ഓക്കെ, അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വോളിയം ഈക്വൽ ടു π/2 എന്നാകും. പൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ π/2. ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ y നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? നമ്മൾ x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x²/2 ആയിരിക്കും. അപ്പോൾ y നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? y²/2 എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു y യിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. മൈനസ് 1 ഇൻറ്റു dy എന്ന് പറഞ്ഞാൽ dy ആണ്. ഇന്റഗ്രൽ dy എന്താണ്? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. അതുപോലെ ഇന്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആയിരിക്കും. ഇനി അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യും 3 to 9. ഇനി ഇതിൽ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കണം. അപ്പോൾ വോളിയം ഈക്വൽ ടു π/2, അപ്പർ ലിമിറ്റ് 9 ആണ്. അപ്പോൾ ഇത് 9²/2 മൈനസ് 9 എന്ന് വന്നു. ഓക്കെ, അതിൽ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുത്തു. മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം 3 ആണ്. അപ്പോൾ ഇത് 3²/2 മൈനസ് 3 എന്ന് വന്നു. y ന്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ലോവർ ലിമിറ്റും കൊടുത്തു. ഇനി ഇത് സോൾവ് ചെയ്യുന്നു. വോളിയം ഈക്വൽ ടു π/2 ഇൻറ്റു 9² എന്ന് പറഞ്ഞാൽ 81/2 മൈനസ് 9 ബ്രാക്കറ്റ് കൊടുത്തു. മൈനസ് 3² എന്ന് പറഞ്ഞാൽ 9/2 മൈനസ് 3. ഓക്കെ, ഇനി വേണ്ടത് സോൾവ് ചെയ്യുന്നു. v ഈക്വൽ ടു π/2 81/2 മൈനസ് 9, മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -9/2 മൈനസ് എന്നുള്ളത് +3 ആയി മാറും. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക ഓർഡറിൽ എഴുതുക. വോളിയം ഈക്വൽ ടു π/2, ഇവിടെ ഡിനോമിനേറ്ററിൽ ഇട്ടുകൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഒരുമിച്ച് വെക്കുന്നു. അപ്പോൾ 81/2 മൈനസ് 9/2, അത് കഴിഞ്ഞാൽ -9 ഉണ്ട് +3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോളിയം ഈക്വൽ ടു π/2 ഇൻറ്റു രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 81 ന്ന് 9 കുറയ്ക്കുന്നു. അപ്പോൾ 72/2. ഇനി ഇവിടെ -9 ഉം +3, അത് രണ്ടും ആഡ് ചെയ്ത് എത്ര കിട്ടും? -6 എന്ന് കിട്ടും. അപ്പോൾ -6. ഓക്കെ, ഇത് ഈക്വൽ ടു π/2 ഇൻറ്റു ഇനി 72/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 7ൽ 2 എത്ര തവണ പോവും? 3 തവണ. ബാക്കി ഒന്നുണ്ടാവും. 12ൽ 2 6 തവണ 36 -6. ഓക്കെ, അപ്പോൾ വോളിയം ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? 36 ന്ന് 6 പോയാൽ നമുക്ക് 13 കിട്ടും. അപ്പോൾ π/2 ഇൻറ്റു 13 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു ഈ 2 30ൽ എത്ര തവണ പോകും? 15 ടൈംസ് പോകും. അപ്പോൾ വോളിയം ഈക്വൽ ടു എത്ര കിട്ടും? π ഇൻറ്റു 15 കിട്ടും. അതായത് 15π എന്ന് കിട്ടും. 15π വോളിയം എപ്പോഴും എന്ത് യൂണിറ്റിലാണ് പറയുക? ക്യൂബിക് യൂണിറ്റിലാണ്. ക്യൂബിക് യൂണിറ്റ്സ് 15π ക്യൂബിക് യൂണിറ്റ്സ്. ഇങ്ങനെ എത്രയും എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിക്കരുത്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് y ആക്സിസിന് ചുറ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ മനസ്സിലാക്കേണ്ടത് ആദ്യം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന x ആക്സിസിന് ചുറ്റുമാണോ അല്ലെങ്കിൽ y ആക്സിസിന് ചുറ്റുമാണോ, അതിനനുസരിച്ച് നമ്മളെ ഫോർമുലയിൽ മാറ്റം വരുത്തണം. ഓക്കെ, അപ്പോൾ
അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന കൺസെപ്റ്റിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ കണ്ടത് എന്താണ്? ഒരു ഏരിയ നമുക്ക് എക്സ് ആക്സിസിന് ബൗണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വൈ ആക്സിസിന് ബൗണ്ട് ചെയ്തിട്ടോ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.